ഹായ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചാലക്കുടിയിലോട്ട് പോവുകയാണ്, ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ബെസ്റ്റ് വിഷസ് നൽകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാനിപ്പോൾ എവിടെ നിന്നറിയാമോ? ഞാൻ ചാലക്കുടിയിൽ കലാഭമണി പാർക്കിലാണ്. ഞാൻ ചാലക്കുടിയിൽ വന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടു ഞാൻ നേരെ അവിടെ നിന്ന് കുറച്ച് വിഷമമുണ്ടായി, മനസ്സിന് ചെറിയ പ്രയാസം ഉണ്ടായി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നടന്ന് നേരെ വന്ന് നമ്മുടെ ചാലക്കുടിയിൽ ഗോകുലം എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ബേക്കറി ഉണ്ട് കേട്ടോ. അവിടെ കയറി നല്ല ചായ, സൂപ്പർ ചായ, എനിക്ക് ഭയങ്കര ഇഷ്ടം. അവിടുത്തെ ചായയും ഉണ്ണിയപ്പവും ക്രീമെണ്ണാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, ഭയങ്കര ഇഷ്ടം അവിടുത്തെ ക്രീമെണ്ണ. അപ്പോൾ ഞാൻ ക്രീമെണ്ണും ചായയും കഴിച്ചിട്ട് അവിടെ ഇരുന്ന് ഞാൻ സിനിമ നോക്കിയപ്പോൾ പടം പിന്നെ സീറ്റൊക്കെ ഫുള്ളാണ്. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ എന്തെന്നറിയാമോ, നേരെ കലാഭമണി പാർക്കിലേക്ക് പതുക്കെ അവിടെ നടന്ന് കലാഭമണി പാർക്കിൽ വന്നു. അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുക. കുറച്ച് നേരമായപ്പോൾ എനിക്ക് മനസ്സിനൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാവരുടെയും ലൈഫിൽ ഓരോ പ്രശ്നങ്ങളുണ്ടാകും. അത് നമുക്ക് തന്നെ അത് തരണം ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മൾ തന്നെ അത് തരണം ചെയ്യണം. എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചൊരു കാര്യമാണ്, തന്നെ ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യുക. ഞാനും പഠിച്ചതാണ്. അതുപോലെ തന്നെ ആരെയും ജഡ്ജ് ചെയ്യാതിരിക്കുക. ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടോ. നമുക്കൊരു വീട്ടിൻ്റെ അകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും ഒരാളെ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമുക്കൊരാളെ മനസ്സിലാക്കാൻ പറ്റത്തില്ല, ശരിക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല അവരെന്തുവെന്ന്. അപ്പോൾ ആരെയും ജഡ്ജ് ചെയ്യാതിരിക്കുക. ലൈഫിൽ ഒരു ഫാമിലി ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരവരുടെ പക്ഷേ പറയത്തുള്ളൂ. ഇപ്പം പെണ്ണിൻ്റെ പക്ഷം പറയും, ആണിൻ്റെ പക്ഷം പറയും, വീട്ടുകാരുടെ പക്ഷം പറയും അവരുടെ മക്കളെ കുറിച്ച്. ഇപ്പം എനിക്കാണ് ഒരു വിഷയം ഉണ്ടാകുന്നെങ്കിൽ എൻ്റെ ഉമ്മ എൻ്റെ സൈഡിൽ നിൽക്കത്തുള്ളൂ. എനിക്ക് ഉമ്മ മാത്രമേ ഉള്ളൂ, എൻ്റെ ഉമ്മ എൻ്റെ സൈഡിൽ നിൽക്കത്തുള്ളൂ, അല്ലേ? എല്ലാവരെയും. അപ്പം ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങളുണ്ട്. ആരെയും നമ്മൾ ജഡ്ജ് ചെയ്യാതിരിക്കുക, അതൊരു വലിയ കാര്യമാണ് കേട്ടോ. ലൈഫിൽ അറിയാത്ത ഒരാളുടെയും കാര്യത്തിൽ അവരങ്ങനെ ആട്ടോ അല്ലെങ്കിൽ അവരിങ്ങനെ ആട്ടോ അങ്ങനെ പറയരുത്. വേറൊരാൾ പറയുന്നത് കേട്ടും പറയരുത്, അല്ലാതെയും പറയരുത്. കാരണം ആരും നമുക്ക് മനസ്സിലാവില്ല. പിന്നെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതെല്ലാം സ്വയം തരണം ചെയ്യുക. ഈ ജീവിതത്തിൽ എല്ലാവർക്കും മാറ്റം ഉണ്ടാവും. എന്നും ഓരോ മണിക്കൂറായാലും ഓരോ നിമിഷത്തിലായാലും ഒക്കെ ഓരോ മാറ്റങ്ങളുണ്ടാവും എല്ലാവരുടെയും ലൈഫിൽ. ഒറ്റ കാര്യമുള്ളൂ, മാറ്റം എന്ന് പറയുന്ന ആ വാക്കിന് മാത്രമേ മാറ്റം ഉണ്ടാവാതിരിക്കത്തുള്ളൂ. ബാക്കിയെല്ലാം മാറിക്കൊണ്ടേയിരിക്കും നമ്മുടെ ലൈഫിൽ. എൻ്റെ ലൈഫ് എങ്ങനെയാണ്, നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ്? അപ്പോൾ എന്ത് വിഷമം വന്നാലും തളരാതിരിക്കുക, പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക, എല്ലാവരുടെയും മുമ്പിൽ നന്നായിട്ട് ജീവിച്ച് കാണിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഹാപ്പിയാണ്. ഞാനിപ്പോൾ കലാഭമണി പാർക്കിൽ വന്നിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ ചെറിയ പാർക്കുണ്ട്, കൊച്ചുങ്ങളുടെയൊക്കെ അവിടെയൊക്കെ വന്നിരുന്ന് ഇങ്ങനെ ഇപ്പം ഞാൻ ഹാപ്പിയാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം. ഒക്കെ വൈകുന്നേരമായി, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പോൾ ആകാശമൊക്കെ കാണാൻ. അപ്പോൾ ഞാനിപ്പോൾ ഹാപ്പിയാണ്. അപ്പം അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ടാറ്റ.